എളുപ്പത്തിലെല്ലാം പരിഹരിക്കാന്ന് ചേച്ചി കരുതണ്ട. ഭാനുമതിയമ്മ ചേച്ചി കരുതുന്ന പോലെ ഒരാളല്ല. എടി, നിനക്ക് എപ്പോഴും ഉള്ളതാ അമ്മ അപമാനിച്ചുള്ളൊരു സംസാരം. അത് കേട്ട് ഗിരിയേട്ടൻ എപ്പോ പ്രതികരിക്കുന്ന കാര്യത്തില എന്റെ പേടി. ഗിരിയേട്ടനെ ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? ഗിരിയേട്ടൻ അമ്മയോടുള്ള സ്നേഹം നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. മാത്രമല്ല, അമ്മ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ മറന്നിട്ട് ഞങ്ങളുടെ ബന്ധം നിലനിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് നീ കണ്ടതല്ലേ? ഈ പ്രായത്തിൽ ആ പാവം അമ്പലത്തിൽ 101 പ്രദക്ഷിണം വരെ വെച്ചു. ചേച്ചി എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? അമ്മ പ്രദക്ഷിണം വെച്ചതിന്റെ പുറകിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചേച്ചിക്ക് അറിയണോ? ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം ഒഴിച്ച് വഴക്ക് കൂടരുത്. അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ. അവിടെ അതിനൊരു കുറവില്ലല്ലോ. ഈ വീട്ടില് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാവൂന്ന് എനിക്കൊരു വാശിയുണ്ട്. സോറി അമ്മ. സാരമില്ല മോളെ, നീ വയ്യാതിരിക്കല്ലേ, അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും. മോള് പോയി റെസ്റ്റ് എടുത്തോ. നിന്നോട് പോകാൻ പറഞ്ഞില്ല. നീ മഞ്ജുവിനോട് എന്തു പറയാനുള്ള പുറപ്പാടായിരുന്നു? ഒന്നുമില്ല. ആഹാ, എടി നുണ പറയുന്നോ? വേദന എടുക്കുന്നു. ഗിരി നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ ഭാനുമതിക്ക് പൂജയിൽ ഉണ്ടായിരുന്ന പങ്കിനെ കുറിച്ച് മഞ്ജുവിനോടൊന്നും പറയരുതെന്ന്. എന്നിട്ട് നീ തന്നെ അത് ചെയ്യാൻ പോവായിരുന്നല്ലേ? ചേച്ചി വെറുതെ ഭാനുമതി അമ്മയെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കാണുമ്പോ എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരും. ഭാനുമതി അമ്മയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ അവർക്ക് വേണ്ടി വാദിക്കുന്നേ? ഒരു തരത്തിൽ ഞാനും ചേച്ചി മണ്ടിയാക്കിക്കൊണ്ടിരിക്കല്ലേ. ചേച്ചിയോട് എല്ലാം തുറന്നു പറയണമെന്ന് പലവട്ടം എനിക്ക് തോന്നിയതാ. ഗിരിയേട്ടൻ പറഞ്ഞോണ്ട് മാത്രമാ ഞാനത് ചെയ്യാത്തത്. മോളെ, ഈ കാര്യത്തിൽ നീ അല്ല ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇത് അവരുടെ ജീവിതമാ. മഞ്ജുവിന്റെ മുന്നിൽ ഭാനുമതിയുടെ പ്രതിച്ഛായ തകരരുതെന്ന് ഗിരി ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അവര് തന്നെ ശ്രമിക്കുന്നതാണ് നല്ലത്. എന്നിട്ടും മഞ്ജുവും ഗിരിയും തമ്മിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ കൂടെ നിൽക്കാൻ നമ്മളൊക്കെ ഇല്ലേ? മോള് വെറുതെ വിഷമിക്കണ്ട കേട്ടോ. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഹോ, എനിക്കാണെങ്കിലേ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. പോ, മഞ്ജുവിനെ വിളിക്കാം.